എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെല്ലാവരും ആമയും മുയലിൻ്റെ ഓട്ട മത്സര കഥ കേട്ടിട്ടുണ്ടാവും. സോ അതിൽ നിന്ന് നമ്മളെല്ലാവരും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ലെസണും ലേൺ ചെയ്തിട്ടുണ്ടാവും. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സ്റ്റോറിയെ ആമയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും നോക്കി കണ്ടിട്ടുണ്ടാവുക. മുയൽ വളരെ മടിയനായ ഒരു തോൽവിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആരും തന്നെ ഈ ഒരു കഥയെ നമുക്ക് മുയലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അന്ന് മുയൽ ചെയ്ത കാര്യം എന്തുകൊണ്ടായിരിക്കാം മുയൽ അന്ന് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിക്ഷൻ സ്റ്റോറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മുന്നിൽ നറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു റേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ അക്ഷയ് ആ ഒരു മുയലിനെ കാണാനിടയുണ്ടായി. അപ്പൊ മുയൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, ഞാൻ ശരിക്കും അവിടെ മടിയനായതുകൊണ്ടോ ഉറങ്ങിപ്പോയതുകൊണ്ടോ അല്ല എങ്കിൽ എനിക്ക് അതിൽ ജയിക്കാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടായത്. ഞാനിങ്ങനെ ഒരുപാട് ഓടി നല്ല ഒരു ലീഡ് തന്നെ കരസ്ഥമാക്കിയ ശേഷം ആമ എൻ്റെ അടുത്ത് വരാനായിട്ട് ഒരുപാട് മണിക്കൂറുകൾ എന്തായാലും പിടിക്കുമെന്നുള്ള അവസ്ഥ എനിക്ക് മനസ്സിലായി. സോ ആ ഒരു സമയത്ത് ഞാനൊരു ആൽമരത്തിന് കീഴിൽ പോയിട്ട് വിശ്രമിക്കാം, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പോയി ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അടുത്തുകൂടി അരുവി ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നത്. ആ ഒരു ശബ്ദം കേട്ടതും എനിക്ക് ആ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാനും ആ ഒരു അരുവിയിൽ ജസ്റ്റ് ഒന്ന് കുളിക്കാനും നീന്താനും ഒക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ ആ അരുവിയുടെ അടുത്ത് പോയ സമയത്ത് ഒരു വളരെ വയസ്സായിട്ടുള്ള വെളുത്ത താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പാറപ്പുറത്ത് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശബ്ദം കേട്ടതും ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്ന് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്? അതിന് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു ഓട്ട മത്സരത്തിന്റെ നടുവിലാണ്, ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് വന്നതാണെന്ന്. അതിന് ആ ഒരു വ്യക്തി വീണ്ടും ചോദിച്ചു, ഓട്ട മത്സരമോ, എന്തിന്? അതിന് ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ തന്നെ ഞാനാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനിമൽ എന്ന് മറ്റുള്ള എല്ലാ മൃഗങ്ങൾക്കും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റേസ്. അതെയോ, എന്തിന്? നീയാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അനിമൽ എന്ന് പറഞ്ഞ് നീ അവർക്ക് പ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അങ്ങനെ പ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെഡൽ കിട്ടും, അത് എനിക്കൊരു സ്റ്റാറ്റസ് നൽകും, അതിൽ നിന്ന് എനിക്ക് പൈസയും ലഭിക്കും, അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും ഭക്ഷ്യവസ്തുക്കളും മേടിച്ച് കഴിക്കാം. ഇത് കേട്ട സമയത്ത് ആ ഒരു സന്യാസി കാട്ടിലേക്ക് കൈകൾ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഒന്ന് അങ്ങോട്ട് നോക്കൂ, ഓൾറെഡി നിനക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും പഴങ്ങളും ഇലകളും എല്ലാം തന്നെ ഈ ഒരു കാട്ടിൽ ധാരാളമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു റെസ്പെക്റ്റ് കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ലാതെ ഈ ലോകത്തിലെ തന്നെ മുയലുകളിൽ വെച്ച് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മുയൽ ഞാനാണെന്ന് കൂടി എനിക്ക് എല്ലാവരെയും പ്രൂവ് ചെയ്യണം. ഇത് കേട്ടതോ ആ ഒരു വ്യക്തി പറഞ്ഞു, എടാ, 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഏറ്റവും വലിയ എലിഫന്റ് ആരാണെന്ന്, ഏറ്റവും വലിയ ആന ആരാണെന്ന് നിനക്കറിയാമോ? സിംഹത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിംഹം ആരാണെന്ന് ഇന്ന് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മുയൽ പറഞ്ഞു, ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, എനിക്ക് അറിയത്തേ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ഓക്കെ, ഇത് കേട്ടതോ ആ ഒരു വ്യക്തി പറഞ്ഞു, എടാ, നീ നോക്ക്, ഇന്ന് നീ സാധാരണ ആഫ്റ്റർ ഓൾ ഒരു ആമയാൽ നീ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീയാണ് ലോകത്തിലെ തന്നെ ജംഗിളിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനിമൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. നാളെ നീ ഒരു പാമ്പ്, ഒരു സ്നേക്കാൽ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. ഇനിയും കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു ചീറ്റയാലോ അല്ല എങ്കിൽ ആഫ്റ്റർ ഓൾ ഒരു ഡോങ്കിയാലോ ഒക്കെ, ഒരു കഴുതയാലോ ഒക്കെ നീ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. സോ നീ ഓരോരുത്തരോടും ഓരോ കാലങ്ങൾ കഴിയുന്ന സമയത്ത് നീയാണ് ജംഗിളിലെ തന്നെ, ഈ ഒരു കാട്ടിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അനിമൽ എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. സോ അത്തരത്തിൽ ജീവിതകാലം മുഴുവൻ റേസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അതിന് മുയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, എനിക്ക് ഇത്തരത്തിൽ എല്ലാവരോടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാനായി എനിക്ക് തീരെ താല്പര്യമില്ല, അത്തരത്തിലുള്ള ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, എനിക്ക് ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കണം, എനിക്ക് ഈ അരുവിയൊക്കെ ഒന്ന് ആസ്വദിക്കണം, അതിൽ ചാടി കുളിക്കണം, അതിലെ വെള്ളം കുടിക്കണം, എനിക്ക് ടോട്ടലി ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തോളൂ, ഈ നിമിഷം നീ ഇവിടെയാണ്, നാളെ നീ ഇവിടം വിട്ട് പുറത്തേക്ക് പോയേക്കാം, സോ എൻജോയ് യുവർ ലൈഫ്. ഇത് കേട്ടതും ശരിക്കും എനിക്ക് എന്തൊക്കെയോ ഒരു ബോധോദയം ഉണ്ടായിട്ട് ഞാനും എന്തിനാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ ഒരു അരുവിയിലേക്ക് എടുത്തു ചാടി നല്ല രീതിയിൽ തന്നെ കുളിച്ച് അത് എൻജോയ് ചെയ്ത് ആ ഒരു
ഒരു നേച്ചറൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അതുവഴി ഒരു കുറച്ച് താറാവിൻ കൂട്ടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എടാ നീ ആ റേസിലൊന്നും പങ്കെടുക്കുന്നില്ലേ, നിന്റെ റേസൊക്കെ എന്തായി എന്ന് ചോദിച്ചു. അവരോട് ഞാൻ മറുപടി പറഞ്ഞു, ഇത് ഈ ഒരു റേസ് കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും പോയിന്റ്ലെസ് ആയിട്ടാണ് തോന്നുന്നത്, അത്രയ്ക്ക് ഒരു അർത്ഥവത്തായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നില്ല എന്ന്. ഈ നിമിഷത്തിൽ ഹാപ്പിയായി ഒരു റേസിലും ആരോടും ഒന്നും പ്രൂവ് ചെയ്യാതെ ഞാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ജീവിതം ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇതും കഴിഞ്ഞ് ആ ഒരു മുയൽ കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു, ഞാൻ വേണമെങ്കിൽ ആ ഒരു റേസിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ എനിക്കെൻ്റെ ജീവിതമാണ് തിരികെ ലഭിച്ചത്. എൻ്റെ ഒരു മൈൻഡ് ഷിഫ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട്, മൈൻഡ് സെറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി എന്ന് പറയാം. സോ ഇവിടെ യഥാർത്ഥത്തിൽ ഞാനൊരു വിന്നർ തന്നെയാണ്. നിങ്ങളെല്ലാവരും കാണുന്നത് ആ ഒരു റേസിൽ ആരാണോ വിന്നർ എന്നുള്ള കാര്യത്തെയാണ്. അതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ടാവാം, കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അതിനേക്കാളുമൊക്കെ ഒരു കൂടുതലായിട്ടുള്ള സക്സസ് ആണ്, കൂടുതലായിട്ടുള്ള ഹാപ്പിനെസ് ആണ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റോറിയെ പറ്റി നിങ്ങൾ പേഴ്സണലി ഓരോരുത്തരെ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.